ഹിമാലയൻ പർവ്വതനിരകളുടെ മടിത്തട്ടിൽ പ്രകൃതി രമണീയതയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും മനോഹരമായ ഒരു ലോകമാണ് ലഡാക്ക്. ഹൈപാസുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ജമ്മു കശ്മീരിൽ നിന്ന് വേർപെടുത്തി 2019 കേന്ദ്രഭരണ പ്രദേശമായതോടെയാണ് ദേശീയ ശ്രദ്ധയിൽ കൂടുതൽ പതിഞ്ഞത്. എന്നാൽ ഈ പുതിയ പദവി ലഡാക്ക് ജനത പ്രതീക്ഷിച്ചതുപോലെ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയില്ല. സന്തോഷത്തിന്റെ നാളുകൾക്ക് ശേഷം തങ്ങളുടെ ഭൂമിയുടെയും സംസ്കാരത്തിന്റെയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാൽ അവർ തെരുവിലിറങ്ങി. ഭരണഘടനാപരമായ സംരക്ഷണം, പ്രാദേശിക രാഷ്ട്രീയ അധികാരം, തൊഴിൽ സുരക്ഷ എന്നിവ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ് ഇന്ന് ലഡാക്ക്. ഒരു വശത്ത് പ്രകൃതിയുടെ അത്ഭുത ലോകമായ ലഡാക്കിനെ ടൂറിസത്തിന്റെയും വികസനത്തിന്റെയും പേരിൽ ചൂഷണം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മറുവശത്ത് പ്രാദേശിക ജനതയ്ക്ക് തങ്ങളുടെ ഭൂമിയുടെ മേലുള്ള പരമ്പരാഗത അവകാശങ്ങൾ നഷ്ടപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമായ സോനം വാങ്ചുക് അടക്കമുള്ള നേതാക്കൾ ജനങ്ങളെ അണിനിരത്തിയത്. ലഡാക്കിന് ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പദവി നൽകുക, ലഹ് കാർഗിൽ ജില്ലകൾക്ക് പ്രാദേശിക നിയമനിർമ്മാണ സഭ നൽകുക, പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങളാണ് പ്രക്ഷോഭകർ ഉന്നയിക്കുന്നത്. തണുത്തുറഞ്ഞ താഴ്വരകളിലെ ഈ പ്രതിഷേധം വെറുമൊരു ആവശ്യങ്ങളുടെ പട്ടികയല്ല, തങ്ങളുടെ അസ്തിത്വം, ഭൂമി, ഭാവി എന്നിവ സംരക്ഷിക്കാനുള്ള ഒരു ജനതയുടെ നിശ്ചയദാർഢ്യമാണ്. ഈ പ്രക്ഷോഭം എന്തുകൊണ്ട് ഉണ്ടായി, എന്താണ് സംഭവിച്ചത്, ഇനി എന്ത് ചെയ്യണം എന്ന് വിശദമായി പരിശോധിക്കാം. വെൽക്കം ബാക്ക്. ലഡാക്കിലെ പ്രതിഷേധം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. 2019 ഓഗസ്റ്റ് 5 കേന്ദ്ര സർക്കാർ ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370ാം അനുച്ഛേദം റദ്ദാക്കുകയും സംസ്ഥാനത്തെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു. ലഡാക്കിലെ ഭൂരിപക്ഷം ജനങ്ങളും ഈ നീക്കത്തെ ആദ്യമൊക്കെ സ്വാഗതം ചെയ്തു. കാരണം ദീർഘകാലമായി കശ്മീരിൽ നിന്നുള്ള രാഷ്ട്രീയ ആധിപത്യത്തിൽ നിന്ന് മുക്തി നേടാനും നേരിട്ടുള്ള കേന്ദ്ര ഭരണത്തിലൂടെ വികസനം വേഗത്തിലാക്കാനും അവർ ആഗ്രഹിച്ചിരുന്നു. ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായത് ലഹ് ജില്ലയിൽ വലിയ ആഘോഷങ്ങൾക്ക് വഴിയൊരുക്കി. എന്നാൽ കാർഗിൽ ജില്ലയിൽ ഇതിനോട് എതിർപ്പുകൾ നിലനിന്നിരുന്നു. എങ്കിലും ഈ വിഭജനം ലഡാക്കിന് ഒരു നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമെന്ന പദവിയാണ് നൽകിയത്. ഇതോടെ തങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ പോലും പ്രാദേശികമായി തീരുമാനമെടുക്കാനുള്ള അധികാരം നഷ്ടപ്പെട്ടു. എല്ലാ അധികാരങ്ങളും ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരിലേക്ക് ചുരുങ്ങിയപ്പോൾ പുതിയ രാഷ്ട്രീയ ഭരണപരമായ ശൂന്യത അനുഭവപ്പെട്ടു. സമയത്തിനനുസരിച്ച് ലഡാക്ക് ജനതയുടെ ആശങ്കകൾക്ക് വ്യക്തമായ രൂപം വന്നു. തങ്ങൾ ആവശ്യപ്പെട്ട നിയമസഭയോട് കൂടിയുള്ള കേന്ദ്രഭരണ പ്രദേശം ലഭിക്കാതെ പോയതിൽ അവർക്ക് നിരാശയുണ്ടായി. ഇതിനെ തുടർന്ന് ലഡാക്കിലെ പരമ്പരാഗത രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ഒന്നിച്ചു. 2020 ലഹ് അപ്പെക്സ് ബോഡിയും അഥവാ LAB, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും അഥവാ KDAയും സംയുക്തമായി ഒരു മുന്നണി രൂപീകരിച്ചു. ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6th ഷെഡ്യൂൾ സ്റ്റാറ്റസ്. ഗോത്രവർഗ മേഖലകൾക്ക് തനതായ ഭരണഘടനാപരമായ സംരക്ഷണം നൽകുന്ന ഈ പദവി ലഡാക്കിലെ ഭൂമി, പരിസ്ഥിതി, സാംസ്കാരികം, പൈതൃകം എന്നിവ സംരക്ഷിക്കാൻ അനിവാര്യമാണ്. ലഡാക്കിലെ ഭൂരിപക്ഷം ജനസംഖ്യയും ഗോത്രവർഗമാണ്. നിയമസഭയോട് കൂടിയ സംസ്ഥാന പദവി. പ്രാദേശികമായി തീരുമാനമെടുക്കാനും ജനകീയ സംസ്കാരത്തെ തിരഞ്ഞെടുക്കാനുമുള്ള അധികാരം ഉറപ്പുവരുത്താൻ ഇത് ആവശ്യമാണ്. ലഡാക്കിനായി പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ. പ്രാദേശിക യുവജനങ്ങൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സർക്കാർ ജോലികൾ ലഡാക്കുകാർക്ക് മാത്രമായി സംവരണം ചെയ്യുക. ഇത്തരം ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. ആദ്യഘട്ടങ്ങളിൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമങ്ങൾ നടന്നെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ മറുപടികൾ പ്രക്ഷോഭകരെ തൃപ്തിപ്പെടുത്തിയില്ല. ഇതോടെ പ്രക്ഷോഭം തെരുവുകളിലേക്ക് പടർന്നു. 2023 അവസാനത്തോടെയും 2024 ആദ്യത്തോടെയും പ്രതിഷേധത്തിന് തീവ്രതയേറി. പ്രധാനമായും സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സത്യാഗ്രഹങ്ങൾ ലോകശ്രദ്ധ നേടി. ലഡാക്കിലെ അതിശൈത്യത്തെ വകവയ്ക്കാതെ -ഡിഗ്രി തണുപ്പിൽ അദ്ദേഹം ദിവസങ്ങളോളം ഉപവാസം അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഈ സമരം ലഡാക്കിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിക്കൊടുത്തു. സേവ് ലഡാക്ക്, സേവ് ഡെമോക്രസി എന്ന മുദ്രാവാക്യം പ്രക്ഷോഭത്തിന്റെ കാതലായി മാറി. പ്രക്ഷോഭകർ ലഹിലും കാർഗിലിലും വലിയ റാലികൾ സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും മത നേതാക്കളുടെയും പിന്തുണയോടെ നടന്ന ഈ റാലികൾ ലഡാക്കിന്റെ ഐക്യത്തെയും നിശ്ചയദാർഢ്യത്തെയും പ്രതിഫലിപ്പിച്ചു. പ്രതിഷേധക്കാർ ഏകകണ്ഠമായി 6ാം ഷെഡ്യൂൾ പദവി എന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പദവി ലഭിച്ചാൽ
പ്രാദേശിക ഗോത്രവർഗ സമിതികൾക്ക് ഭൂമിയുടെ ഉപയോഗം, വനങ്ങളുടെ സംരക്ഷണം, കൃഷി, ഗ്രാമീണ ഭരണം തുടങ്ങിയ സുപ്രധാന കാര്യങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കും. ഈ അധികാരം പുറത്തുനിന്നുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുവരവിൽ നിന്ന് ലഡാക്കിന്റെ ദുർബലമായ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ അത്യാവശ്യമാണെന്ന് അവർ വാദിച്ചു. പ്രക്ഷോഭം ശക്തമായപ്പോൾ കേന്ദ്ര സർക്കാർ ചർച്ചകൾക്ക് തയ്യാറായി. പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും 6ാം ഷെഡ്യൂൾ പദവി എന്ന പ്രധാന ആവശ്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ സർക്കാർ തയ്യാറായില്ല. ഇതിനു പകരം മറ്റു ചില ഭരണപരമായ ഇളവുകളും വാഗ്ദാനങ്ങളുമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ഈ വാഗ്ദാനങ്ങൾ ലഡാക്ക് ജനതയുടെ ആശങ്കകൾക്ക് ശാശ്വത പരിഹാരം നൽകുന്നില്ല എന്ന് കണ്ടതോടെ പ്രക്ഷോഭകർ അവർ തള്ളിക്കളഞ്ഞു. കേന്ദ്ര സർക്കാർ ലഡാക്കിന്റെ വികസനത്തിനായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും ഈ പദ്ധതികളുടെ എല്ലാം നടത്തിപ്പിൽ പ്രാദേശിക പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രാദേശിക നേതൃത്വത്തെ ഒഴിവാക്കിയുള്ള ഏത് വികസനവും അടിച്ചേൽപ്പിക്കപ്പെട്ട വികസനമായി മാത്രമേ കണക്കാക്കാനാകൂ എന്ന് പ്രക്ഷോഭകർ ചൂണ്ടിക്കാട്ടി. ഇതിനെ തുടർന്ന് ലെഹ്, കാർഗിൽ ജില്ലക്കാർക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പൊതു ആവശ്യങ്ങൾക്കായി അവർ ഒറ്റക്കെട്ടായി നിലകൊണ്ടു. പ്രതിഷേധം ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. സാധാരണയായി നിശബ്ദമായിരുന്ന ലഡാക്കിലെ ജനതയുടെ ശബ്ദം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തി. പൊതു തിരഞ്ഞെടുപ്പുകളിൽ പ്രക്ഷോഭകർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴക്കി. ഇത് സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കി. ലഡാക്കിലെ കാലാവസ്ഥാ ദുർബലതയും പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും പ്രതിഷേധത്തിന്റെ പ്രധാന അജണ്ടയായി. ലഡാക്കിലെ ഈ ഉയർന്നുവരവ് തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ ശക്തമായ പ്രതികരണമാണ്. ഈ പ്രതികരണം ഇന്ത്യയുടെ ജനാധിപത്യപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ രാഷ്ട്രീയപരമായ സംവരണം നേടിയെടുക്കാനുള്ള ശ്രമമാണ്. ലഡാക്കിലെ പ്രതിഷേധം വെറും ഒരു പ്രാദേശിക പ്രശ്നമായി കാണാനാവില്ല. ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിലും ഗോത്രവർഗ സംരക്ഷണത്തിലും ഊന്നിയ സുപ്രധാനമായ വിഷയമാണ്. ഈ പ്രക്ഷോഭം ശാശ്വതമായി അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ദൂരവീക്ഷണത്തോടെയും ആത്മാർത്ഥതയോടെയും ഇടപെടേണ്ടതുണ്ട്. വെറും വാഗ്ദാനങ്ങൾക്കപ്പുറം പ്രക്ഷോഭകരുടെ പ്രധാന ആവശ്യങ്ങളെ ഭരണഘടനാപരമായി അംഗീകരിക്കുകയാണ് ആദ്യപടി. ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പദവിയാണ് ലഡാക്ക് ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ലഡാക്കിന് ഈ പദവി നൽകാനുള്ള സാധ്യത സർക്കാർ ഗൗരവമായി പരിഗണിക്കണം. ലഡാക്കിലെ ദുർബലമായ പരിസ്ഥിതിയെയും ഹിമാനികളെയും പുറത്തുനിന്നുള്ള ഖനന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഈ പദവിയിലൂടെ രൂപീകരിക്കുന്ന ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലുകൾക്ക് കഴിയും. ലഡാക്ക് ഒരു പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശമായതിനാൽ അവിടുത്തെ ഭൂമിയുടെ വിനിയോഗത്തിൽ പ്രാദേശിക ജനതയ്ക്ക് അധികാരം നൽകുന്നത് അനിവാര്യമാണ്. ലഡാക്കിലെ ഭൂരിപക്ഷം ജനതയും ഗോത്രവർഗക്കാരാണ്. ഗോത്രവർഗങ്ങളുടെ ഭൂമി, സംസ്കാരം, സ്വത്വബോധം എന്നിവ സംരക്ഷിക്കാനുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് 6ാം ഷെഡ്യൂൾ പദവി ഉറപ്പുവരുത്തുന്നത്. ഇത് രാജ്യത്തെ മറ്റു ഗോത്രവർഗ പ്രദേശങ്ങളോട് നീതി പുലർത്തുന്നതിന് തുല്യമാണ്. ഈ പദവി നൽകുന്നത് കേന്ദ്രഭരണ പ്രദേശമായി തുടരാനും അതേസമയം പ്രാദേശികമായി സ്വയംഭരണം നേടാനും ലഡാക്കിനെ സഹായിക്കും. നിലവിൽ ലഡാക്ക് ഒരു നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാണ്. ഇത് പ്രാദേശിക രാഷ്ട്രീയ പ്രക്രിയയെ മരവിപ്പിക്കുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കാൻ പ്രാദേശിക നിയമസഭ സ്ഥാപിക്കണം. പ്രാദേശിക നേതാക്കൾ അധികാരം നൽകുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിക്കാം. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ പങ്കാളികളാകാനും അവകാശമുണ്ട്. ലെഹ്, കാർഗിൽ ജില്ലകൾ ഉൾപ്പെടുന്ന ഒരു നിയമസഭ സ്ഥാപിക്കുന്നത് ഈ ജനാധിപത്യപരമായ ആവശ്യം നിറവേറ്റും. ഇത് ഭരണകൂടത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. 370ാം അനുച്ഛേദം റദ്ദാക്കിയതോടെ ലഡാക്ക് യുവാക്കളുടെ തൊഴിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു. സംസ്ഥാന തലത്തിലുള്ള ജോലികളിൽ ലഡാക്ക് സ്വദേശികൾക്ക് സംവരണം ഉറപ്പാക്കുന്ന ഒരു പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിക്കണം. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ലഡാക്കിലെ തൊഴിലവസരങ്ങൾ കൈവശപ്പെടുത്തുന്നത് തടയാൻ സഹായിക്കും. സർക്കാർ ജോലികളിൽ പ്രാദേശിക യുവജനങ്ങൾക്ക് മുൻഗണന നൽകുന്നത് അവരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഭരണപരമായ കാര്യങ്ങളിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും അനിവാര്യമാണ്. പ്രക്ഷോഭകരുമായി സർക്കാർ നടത്തിയ മുൻ ചർച്ചകൾ പരാജയപ്പെട്ടത് വിശ്വാസക്കുറവ് കാരണമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് സമയബന്ധിതവും സുതാര്യവുമായ ഒരു റോഡ് മാപ്പ് പ്രക്ഷോഭകർക്ക് മുന്നിൽ വെക്കണം. വെറും ഒത്തുതീർപ്പ് ശ്രമങ്ങളല്ല, മറിച്ച് ലഡാക്ക് ജനതയുടെ ആശങ്കകൾ ആത്മാർത്ഥമായി മനസ്സിലാക്കിയുള്ള പരിഹാരങ്ങളാണ് വേണ്ടത്. ഭാവിയിലെ എല്ലാ തീരുമാനങ്ങളിലും LABയുടെയും KDAയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തണം. ലഡാക്കിന്റെ വികസനം പാരിസ്ഥിതികമായി സുസ്ഥിരമായ രീതിയിലാക്കണം. വൻകിട ടൂറിസം പദ്ധതികൾ, വ്യവസായങ്ങൾ എന്നിവ നടപ്പിലാക്കുമ്പോൾ ലഡാക്കിന്റെ പരിസ്ഥിതി ലോലത പരിഗണിക്കണം.
സോനം വാങ്ചുക് ആവശ്യപ്പെടുന്നത് പോലെ ലഡാക്കിന്റെ പരിസ്ഥിതിപരമായ ശേഷി കണക്കിലെടുത്തുള്ള വികസന മാതൃകകൾക്ക് മുൻഗണന നൽകണം. ചൈനയുമായുള്ള അതിർത്തി പ്രദേശം എന്ന നിലയിൽ ലഡാക്കിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അതിർത്തി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനൊപ്പം പ്രാദേശിക ജനതയുടെ പിന്തുണയും പങ്കാളിത്തവും സൈന്യത്തിന് ഉറപ്പുവരുത്തണം. ലഡാക്കിന്റെ ജനകീയ പ്രക്ഷോഭം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരു മുന്നറിയിപ്പാണ്. തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ എത്ര ശാന്തമായ ഒരു സമൂഹവും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തും. ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള ഏക വഴി അധികാര വികേന്ദ്രീകരണവും ഭരണഘടനാപരമായ സംരക്ഷണം നൽകലുമാണ്. ഇത് ലഡാക്ക് ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കും. ലഡാക്കിലെ ഉയർത്തെഴുന്നേൽപ്പ് പുതിയ കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ഏടാണ്. വെറും ഭൂമിക്ക് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ ഉള്ള പോരാട്ടമല്ല ഇത്, മറിച്ച് സ്വത്വബോധത്തിനും പാരിസ്ഥിതിക നീതിക്കും ജനാധിപത്യപരമായ അവകാശങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. കേന്ദ്രഭരണ പ്രദേശമെന്ന പദവി നൽകി വികസനത്തിന്റെ വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ തങ്ങളുടെ സാംസ്കാരികവും പാരിസ്ഥിതികവുമായ പൈതൃകം സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമാണ് ലഡാക്ക് ജനതയ്ക്ക് നഷ്ടപ്പെട്ടത്. ഈ പ്രക്ഷോഭം നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. അതിശൈത്യത്തെ വകവെക്കാതെ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അടക്കമുള്ള സമരമാർഗങ്ങളിലൂടെ ലഡാക്ക് ജനത തങ്ങളുടെ നിസ്സഹായതയും നിശ്ചയദാർഢ്യവും ലോകത്തെ അറിയിച്ചു. 6ാം ഷെഡ്യൂൾ പദവി എന്ന ആവശ്യം വെറും ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് ലഡാക്കിന്റെ ദുർബലമായ പരിസ്ഥിതിയെയും ഗോത്രവർഗ സംസ്കാരത്തെയും സംരക്ഷിക്കാനുള്ള അവസാനത്തെ ആശ്രയമാണ്. ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാട് മാറ്റണം. പ്രാദേശിക ജനതയ്ക്ക് നിയമസഭയിലൂടെ രാഷ്ട്രീയ അധികാരം നൽകുകയും 6ാം ഷെഡ്യൂൾ പദവിയിലൂടെ ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുകയും വേണം. ലഡാക്കിന്റെ വികസനം ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സുസ്ഥിരമായ പാതയിൽ മുന്നോട്ട് പോകണം. ലഡാക്കിന്റെ ശബ്ദം ഇന്ത്യ കേൾക്കാതിരുന്നാൽ അത് വെറും ഒരു പ്രദേശത്തിന്റെ മാത്രം നഷ്ടമായിരിക്കില്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഫെഡറൽ മനോഭാവത്തിന് ഏൽക്കുന്ന കളങ്കമായിരിക്കും. ഈ പോരാട്ടം വിജയിക്കട്ടെ. ലഡാക്കിന്റെ പൈതൃകം സംരക്ഷിക്കപ്പെടട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.